പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭൂമിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. വമാ കാന അല്ലാഹു ലിയുഅദിബഹും വഅൻത ഫീഹി, അങ്ങ് അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കവേ ഭൂമിയിൽ ഒന്നും സംഭവിക്കില്ല. ഭൂമിയിൽ പുണ്യനബി ഉണ്ടെങ്കിൽ ഭൂമിയിലൊന്നും നടക്കില്ല. ഭൂമിയിൽ കൊടുങ്കാറ്റുണ്ടാവില്ല, ഭൂമി കുലുക്കുണ്ടാവില്ല, ഭൂമിയിൽ എവിടെ ഉണ്ടാവില്ല. ഭൂമിക്ക് മുകളിൽ ആരുണ്ടെങ്കിൽ വമാ കാന അല്ലാഹു ലിയുഅദിബഹും എന്നാണ് അതിന്റെ മാനന്ത. ഹും നറാര, മുഅ്മിനീങ്ങളെ. വമാ കാന അല്ലാഹു ലിയുഅദിബഹും എന്നാണ് മുഅ്മിനീങ്ങളെ എന്നാണ് അർത്ഥം. വമാ കാന അല്ലാഹു ലിയുഅദിബഹും എന്നാൽ ആരെയെന്ന് അർത്ഥം? മുഅ്മിനീങ്ങളെന്നോ? മുഅ്മിനീങ്ങളെ അദാബാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമിയാവൂലേ? നമ്മളെ കാക്കട്ടെ. വേറെ കുട്ടി വമാ കാന അല്ലാഹു ലിയുഅദിബഹും എന്നാണ് ആരാ? ഭൂമിയിലെ ഉസ്വാത്ത്, ദോഷികൾ. ആ ദോഷികൾക്ക് ശിക്ഷക്കറിയാറുണ്ട്. പക്ഷെ വഅൻത ഫീഹിം, നിങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ചെയ്യൂല. മനസ്സിലായോ പറഞ്ഞത്? നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നു. മനസ്സിലായോ പറഞ്ഞത്? നമ്മളെ മകൻ ആ നേരത്ത് ഭയങ്കര ദേഷ്യം പിടിച്ച് കളിച്ച്, എന്തോ കുതിര കളിച്ച്, അടുക്കളയിൽ കസേര വലിച്ചെറിഞ്ഞ്, ഉമ്മാനെറിഞ്ഞ്, ക്ലാസ് എറിഞ്ഞ് പൊട്ടിച്ച്. അപ്പൊ നമ്മളൊന്നും മിണ്ടൂല. പോട്ടെ, ഇതാണ് ലോജിക്ക്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആൾ ഇവിടെ ഉണ്ടാവുമ്പം ആള് ഭൂമിന്റെ അടിയിൽ കളയ ആട്ടി എന്നോടും. പറഞ്ഞോ, അടിച്ചല്ലോ, പിന്നെ എത്ര അടി അടിച്ച്? ഇപ്പോഴും ഉണ്ടണ്ട. മനസ്സിലായ പറഞ്ഞത്? ആകെ 3 പപ്പട പൊരിച്ചത്, അത് ഉസ്താദിന് കൊടുക്കാൻ വേണ്ടിയാണ് പള്ളിയിൽ ഉസ്താദ് ആകെ 3 പപ്പട പൊരിച്ച്. ആ 3 പപ്പട ഒരു പ്ലേറ്റിലാക്കി കൊണ്ടുപോയി ഉസ്താദിനെ മുന്നിലേക്ക് കൊണ്ടാവും. ഒരുങ്ങിയപ്പോൾ ഇവൻ എന്ത് ചെയ്ത്, ഇവനെ ഇമ്മ വാശി, പപ്പടം എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരുത്തൻ ബായി വെത്തി പിടിച്ച് പുറത്തേക്ക് വെക്കാൻ പാടില്ല, കരഞ്ഞ് ഉണ്ടണ്ട. മനസ്സിലാ പറഞ്ഞത്? വേറെ ബഹളം കല്ലൊക്കെ ഉണ്ടാക്കിയാലും അവിടെ ആരും മിണ്ടൂല, ചിരിച്ചുകൊണ്ട് വർത്താനം പറയും. എന്തുകൊണ്ട്? പോട്ടെ, പിന്നെ നമുക്ക് നല്ല സമ്മാനം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗസ്റ്റാണ്. 25 കിലോമീറ്ററുള്ളൂ ജെറൂസലേം ഇവിടേക്ക് സദോമിലേക്ക്. എയർവേ പോവുകയാണെങ്കിൽ, മലക്കുകൾ എയർവേ ആണല്ലോ പോവുക. മനസ്സിലായില്ല? മലക്കുകൾ പോവുക താഴെ കൂടി അല്ലല്ലോ. അതാ മലക്കുകൾ എങ്ങനെ വരിക? അവരെങ്ങനെ റൂട്ട് വഴിയാ പോവുക? അല്ലേ, ഒരു 8 കിലോമീറ്റർ എയർവേ പോവുകയാണെങ്കിൽ 8 കിലോമീറ്റർ ഏറെ വന്ന ജെറൂസലേമിലേക്ക് സദൂമിൽ നിന്ന് എയർവേ 8 കിലോമീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ. എന്നിട്ടോ ഖാലൂ ലാ തഖഫ് ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്. മനസ്സിലായില്ലേ? താൻ ജീവിച്ചിരിക്കവേ, താൻ ജെറൂസലേമിലും സദൂമിന്റെ പരിസരത്തും ഉണ്ടായിരിക്കവേ ഒരു ജനതയെ അല്ലാഹ് ശിക്ഷിച്ചു എന്ന് മാത്രമല്ല, ആ ശിക്ഷയുടെ അടയാളം അന്ത്യനാൾ വരെ ബാക്കിയായി. അതിലൊരു കമ്മി ഉണ്ടല്ലോ ഇബ്രാഹിം നബിക്ക്, ആ വെള്ളം അവിടെ നിലനിൽക്കുന്നില്ല. മനസ്സിലായി പറഞ്ഞത്? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ഇങ്ങനെ ചെയ്തോന്ന് പറഞ്ഞാൽ, നമ്മളെ നാട്ടിലുണ്ടാവുന്ന സമയത്ത് ഒരു അക്രമം നടന്നു സങ്കല്പിക്കാം, ഭയങ്കര അടിയും തല്ലും പിടിയൊക്കെ നടന്ന് പോലീസ് വന്നാൽ നമ്മൾ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മെമ്പറൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് ചോദിക്കാം, നിങ്ങളെ പൊട്ട ആളുകൾ ഉണ്ടായിട്ടൊക്കെ. അപ്പൊ പറഞ്ഞാൽ സാറേ ഞാൻ തിരുവനന്തപുരത്ത് ന്യായം. മനസ്സിലായി പറഞ്ഞത്? അതിൽ കുറച്ചിലുണ്ടല്ലോ. സയ്യിദ്നാ ഇബ്രാഹിം, ഇത് ഇബ്രാഹിം ഇവിടെ കുറച്ചിലല്ല, ഇങ്ങനത്തെ ഒരു സംഭവം മനസ്സിലായി പറഞ്ഞത്. എന്നാൽ കുറച്ചിലാണ്. എന്നാൽ വമാ കാന അല്ലാഹു ലിയുഅദിബഹും വഅൻത ഫീഹിം വഅൻതും ഫീഹിം അല്ല വഅൻത ഫീഹിം. ഇങ്ങോട്ട് ശുഐബ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ? ആണ്. പക്ഷെ അദബല്ലാഹു ഖബഹു വഹുവ ഫീഹി. തൽക്കാലം അവരെ മാറ്റി അട്ടിമറിച്ചു. സാലിഹ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉസ്വാത്തിനെ അള്ളാഹു അട്ടിമറിച്ചു. ഹൂദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷികളെ അട്ടിമറിച്ചു. എന്നാൽ മുഹമ്മദ് ഒന്നോർക്കെ വമാ കാന അല്ലാഹു യുഅദിബഹും വഅൻത ഫീഹിം.
വമാ കാനല്ലാഹു ലിയുഅദിബഹും വഹും യസ്തഗ്ഫിറൂന. മൈനന്താ മുസ്തഗ്ഫിർ ആരാ? അല്ലദി തഅല്ലമ മിൻ മുഹമ്മദിൻ അൻ ദുനൂബിഹി വമഹബി ദുനൂബിഹി ഫഹുവ അൽ-ഇസ്തിഗ്ഫാർ. യാനി ഇദാ തൂഫിയ മുഹമ്മദുൻ. മനസ്സിലായില്ലേ? റസൂള്ള പോയാലും റസൂള്ളയിൽ നിന്ന് പഠിച്ചൊരു ജനതയുടെ വാക്യം. അതായത് അദാബ് വരാതിരിക്കാൻ ഒരു മാർഗം നബി ഉണ്ടാകുക, ഒരു മാർഗം നബി പഠിപ്പിച്ച് പ്രാവർത്തികാക്കുക. എന്താ നബി പഠിപ്പിച്ചത്? ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ലോകത്ത് ആരാ പഠിപ്പിച്ചത്? മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ച പോലെ ആരാ പഠിപ്പിച്ചത്? മനസ്സിലായി പറഞ്ഞു? ചിന്തിക്ക്. ഇസ്തിഗ്ഫാർ മുഹമ്മദ് മുസ്തഫയെ പോലെ ആരാ പഠിപ്പിച്ചത്? ഇസ്തിഗ്ഫാറിന് എന്ത് വേണം? ദോഷത്തിന് ഒഴിവാവണം. ഇസ്രായേലിനെ കടലും കൊടുത്തി കടത്തി കൊണ്ടുപോയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനെ പറ്റി പഠിപ്പിച്ചു. അവരൊക്കെ അള്ളാഹിനെ പറഞ്ഞു. പിന്നെ മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയി. നേരം വൈകി തിരിച്ചു വന്നപ്പോഴത്തേന് അവർ സാമിരിക്ക് സ്വർണം കൊടുത്തിട്ട് പശുക്കുട്ടിനുണ്ടാക്കി. സ്വർണം എവിടുന്ന് കിട്ടി? എവിടുന്ന് ഇവർക്ക് സ്വർണം? ഇങ്ങോട്ട് നോക്ക്. എവിടെ കിട്ടി? ഇവരാരാ? ഇവരടിമകളല്ലേ? ഇവർക്ക് എവിടുന്നാ സ്വർണം കിട്ടിയത്? അവർ ഫറോവയുടെ ദാസന്മാരായ കാലത്ത് കട്ടെടുത്തതും ഫറോവ ചത്തപ്പോൾ മുതൽ കൊള്ളയടിച്ചതും ഇത് പൊരയിൽ വെച്ചിട്ടാണ് തൗറാത്ത് പഠിക്കാൻ പോണത്. പിന്നെ എങ്ങനെ ഒരു മുസ്തഗ്ഫിരീങ്ങളാവുക? നിങ്ങളോട് പറഞ്ഞു പോയി എന്നൊരു കുറ്റം എനിക്കുണ്ടാവും. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മുസ്തഗ്ഫിരീങ്ങളെ ജനതണ്ടാക്കി. ഞാൻ പോയാലും പകരം ഒരു കൂട്ടരുണ്ട്, അവരുണ്ടാവും, അദാബ് ഉണ്ടാവില്ല. അവരാരാ? മുസ്തഗ്ഫിരീങ്ങളാ. മുസ്തഗ്ഫിരീങ്ങളാണെങ്കിൽ എന്ത് വേണം? അൽ ഇഖ്ലാഉ അനി ദംബ് വേണം, എന്തിമാല ഫിഅലിഹി വേണം, അതിന് കൈരണ ഒഴിവാക്കണം. ഇവര് മുസ്തഗ്ഫിരീങ്ങളാകും. മൂസാ നബി ഉണ്ടായിരിക്കവേ മുസ്തഗ്ഫിരീങ്ങളല്ല. പിന്നെ പോയ മുസ്തഗ്ഫിരീയാവുന്ന എങ്ങനെയാ? എനിക്ക് പറഞ്ഞ് മനസ്സിലായില്ല തങ്ങളെ. ഒരു ഭാഷ പറയുമ്പോ മനസ്സിലാക്കണം. എന്തുകൊണ്ട് സ്വർഗത്തിന്റെ വാതിൽപ്പിടി ആദ്യം പിടിക്കുന്ന ആൾ ഞാനാണെന്ന് പറഞ്ഞതിന്റെ ലോജിക് എന്നത് പഠിക്കുക. ഈ നിങ്ങൾ പറയും ഇനി ആരാ അർഹൻ? നിങ്ങൾ പറയും സയ്യിദ്ന ഈസ അർഹനാണോ? എന്തുകൊണ്ട് അർഹനല്ല? ആകെയുള്ള ശിഷ്യന്മാരിൽ ഒരാൾ ചതിയനാണ് എന്ന് അപ്പോൾ തന്നെ പറഞ്ഞു. ബാക്കിയുള്ളവർ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. മനസ്സിലായോ? നാളെ നേരം വിളിക്കുമ്പോഴത്തേനും ഒറ്റ കൊടുക്കുന്നവരെ അപ്പൊ തന്നെ പറഞ്ഞു. ആകെ എത്രയാ? 12. ആരാ ഈസ? കഴിവുകൊണ്ട് പ്രത്യക്ഷത്തിൽ തൊട്ടിൽ സംസാരിച്ചാള്. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി പ്രത്യക്ഷത്തിൽ ലക്ഷക്കണക്കായ ആളുകൾക്ക് രോഗം മാറ്റുന്ന പണിയെടുത്ത ആള്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യക്ഷമായ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തതുകൊണ്ട് ഒരു ജനതയെ നന്നാക്കിയെടുക്കാൻ കഴിയേണ്ടതായിരുന്നു. പക്ഷേ ആകെ കിട്ടിയ 12 പോലും നന്നായില്ല. ബൈബിളിൽ ആ ആളെങ്ങനെ സ്വർഗത്തിന്റെ വാതിൽ കണ്ടുപിടിക്കുക? ആദ്യമായിട്ട് ഇത് അസ്ഹാബി കന്നുജും, എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങൾ പോലെയാണ്. ഈ മനുഷ്യൻ എന്ന് കൈതൊട്ടാൽ മതി, ആ മനുഷ്യൻ നന്നാവുക. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടപ്പോൾ വെള്ളപ്പാണ്ട മാറിയത്. മുഹമ്മദ് മുസ്തഫ തൊട്ടാലും വെള്ളപ്പാണ്ട് മാറും. എന്നാൽ മുഹമ്മദ് മുസ്തഫ ഭൗതികമായ വെള്ളപ്പാണ്ടല്ല മാറ്റാൻ നോക്കിയത്, ഹൃദയത്തിന്റെ വെള്ളപ്പാണ്ട. ഫുലാല എന്ന ഒരു മുട്ടാളനായ മനുഷ്യൻ മക്ക ഫത്ഹ് കഴിഞ്ഞിട്ട് നബിയെ കൊല്ലാൻ നടന്നു. കത്തി കൊണ്ട് വന്നപ്പോൾ വീണുപോയി. ആരും കാണാതെ കത്തി കൊണ്ട് വന്ന് വീണുപോയി. വീണപ്പോൾ അയാൾ പിന്നർപ്പിച്ചു, കൈപ്പെട്ടു. റസൂലുള്ളാഹിന്റെ പിടുത്തത്തിന് തന്നെ ഇയാളില്ല. അസ്ഹാബ് ഓടി വന്നാലാകട്ടെ കഥ കഴിഞ്ഞു ചെയ്തു. അപ്പോൾ അയാൾ വീണ് കിടന്ന് പേടിച്ച്, അപ്പോൾ അയാൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. 2 അടി അടിച്ച്. തക്കില്ല, പേടിക്കണ്ട, പോയിക്കോ. قال أشهد أن لا إله إلا الله وأشهد أنك رسول الله. പിന്നെ പൊട്ടിക്കരുത്. ഒരൊറ്റ തൊടൽ ഇങ്ങനെ ഒട്ടപ്പോഴത്തിന് ഹൃദയത്തിന് വെള്ളപ്പാണ്ട് മാറി. പിന്നെ അയാൾ വീട്ടിലേക്ക് ഓടി. ചെറിയ ഒരു ഇരുട്ടുണ്ട്, വീട്ടിലേക്ക് ഓടാൻ എളുപ്പം കാല. വീട്ടിലേക്ക് ഓടിയപ്പോൾ ഒരു വേശ്യയെ കണ്ടു. സാധാരണ ഈ വേശ്യയെ രാത്രി സമീപിക്കുന്ന ആളാണ് ആര്? ഈ ഫുലാല എന്ന മനുഷ്യൻ. അപ്പോൾ ഈ വേശ്യപ്പെണ്ണ്
ഫുലാനെ കണ്ടപ്പോൾ പറഞ്ഞു അഹ്ലൻ വസഹ്ലൻ അഹ്ലൻ വസഹ്ലൻ യാ ഫുലാന, വാ 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 വാ, ഞാൻ ഇന്നൊരാൾക്ക് വേണ്ടി കാത്തിരിക്കാം, എനിക്കൊന്നും ഒരാളെ കിട്ടിയിട്ടില്ല. ആര് പറഞ്ഞു? ഈ ഭാഗ്യത്തെ ഈ വേശ്യ. ഫഖാല, അപ്പോൾ പറഞ്ഞു ലാ 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 ആതി ഇലൈക അസ്ലഹനി റബ്ബി വഅസ്ലഹ്തിന, ഇനി വരില്ല, എന്നെ പഠിച്ചു നന്നാക്കി, ഇനി നന്നാക്കട്ടെ. ഒറ്റവട്ടങ്ങൾ തൊട്ടുള്ളൂ തന്നെ. والضربني ثلاث ضربات فعرف ربه فندم فاستغفر. ആര്? ഫുലാന റളിയല്ലാഹു അൻഹു പറയാൻ കണ്ണുച്ചു. ഈ മനുഷ്യനല്ലാതെ ആർക്കറിയാതുള്ളത്? പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായത്? നിങ്ങൾ ചിന്തിക്കണം. സ്വർഗാട് കൊടുത്തിട്ട് ആ സ്വർഗത്തിന്റെ വാതിൽ ആദ്യം മുഹമ്മദ് നബി അത്ര തുറക്കാന്ന് പറഞ്ഞ് പോയാ പോരാ, ആർക്കതിന് വേറെ അർഹരല്ലെന്ന് പഠിക്കണം. ആ വാതിലില്ല, ആ വാതിലിന് നീതിയില്ല, ആ വാതിലിനൊരു കൊതി ഉണ്ടാവുമല്ലോ, ആ വാതിലിന്റെ ബക്കാറത്തിനൊരു കൊതി ഉണ്ടാവില്ലേ? ഇന്നെ ആദ്യം മുത്തുനബി തുടരണം. മനസ്സിലായോ? മനസ്സിലായില്ലേ കുട്ടികളെ? ഇത് ചിന്തിക്ക്, ഇത് പഠിക്കണം. ഞാൻ ഹദീസിലൂടെ ഓടാ, ഞാൻ ഹദീസിലൊന്ന് ഓടിത്തരാം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിന്റെ വാതിലിൽ അവ്വലുമായി യഖ്റഉ ബാബൽ ജന്ന. മനസ്സിലായില്ലേ? സ്വർഗത്തിന്റെ വാതിൽ ആദ്യം എത്തിച്ചേരുന്നതും അത് പിടിക്കുന്നതും അത് തൊടുന്നതും അത് ശബ്ദിക്കുന്നതും അതിനെ പിടിച്ചൊച്ച ഉണ്ടാക്കുന്നതും അതെല്ലാം ഞാനായിരിക്കുമെല്ലാം. ഒരുപാട് അതിലുണ്ട്. ഞാൻ പിടിക്കുന്നു എന്ന ഹദീസുണ്ട്, അതിനെ തട്ടുന്ന ആൾ എന്നുണ്ട്. അതിനാദ്യം തട്ടുന്ന ആൾ ഞാനായിരിക്കും, അത് പിടിക്കുന്ന ആൾ ഞാനായിരിക്കും. സ്വർഗത്തിന്റെ വാതിൽ ആദ്യം തട്ടുന്ന ആൾ ഞാനായിരിക്കും എന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ വാതിൽ ആദ്യം തട്ടുന്ന ആൾ ഞാനായിരിക്കും എന്ന് മാത്രമല്ല, ആ വാതിൽ പിടി അതിനൊരു പ്രത്യേകമായ ശബ്ദമുണ്ടാക്കുകയും ചെയ്യും. മുത്ത് മുഹമ്മദ് മുസ്തഫ ഞാനത് നടക്കും, വെച്ചേക്കുണ്ടാവില്ല. മനസ്സിലായില്ല? ആ വാതിലിന്റെ ഒരു വട്ടക്കണി ഉണ്ട്, അത് പിടിച്ചിട്ട് തുറക്കണം. ആദ്യം തുറക്കണ ആൾ ഞാനത് എന്നെ പിടിപ്പിടിക്കുമ്പോ അതിനൊരു ശബ്ദം ഉണ്ടാവും, അതിനൊരു ഇഷ്ടം ഉണ്ടാവും, അതിനുണ്ടല്ലോ ഒരു സന്തോഷം. ആടുകൾ ഇരിക്കാൻ അറക്കണം. ഹബീബാ നബിക്ക് കുറച്ച് ആടുകളുണ്ട്. ഹബീബാ നബി ആട് ഇറക്കാം എന്നപ്പോഴത്തിന് ആടുകൾ ഇങ്ങോട്ട് തിരക്കി റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക്. കാരണം കുറച്ച് ഞാൻ നബി വേറെ ആരെയും ഏൽപ്പിക്കുന്നു, ആ ജന്തുക്കളെ മനസ്സിലുള്ള തോന്നിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവാം. അതുകൊണ്ട് റസൂലുള്ളാഹി നബിയോട് തന്നെ ഇറക്കണം. മനസ്സിലായില്ലേ? ഫസ്തഹമത്തിൽ വനമും ആടുകൾ തിക്കും തിരക്കും കൂട്ടാൻ തുടങ്ങി. ഇലായതി റസൂലില്ലാ, മുത്തുനബിയുടെ കയ്യിലേക്ക് ആടുകൾ തിക്കി തിരക്കേണ്ടി വരുന്നേ. ആടെ പിടിച്ചത് സ്വഹാബികൾക്ക് നിൽക്കണില്ല, അങ്ങോട്ട് വരുന്നേ, ഇങ്ങോട്ട് മുന്നിലേക്ക് വരിക, റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക്. ആ ജന്തുക്കൾക്കൊരു കൊട്ടി. മനസ്സിലായില്ലേ? وتذلل بين يديك واستجارك يا حبيبي عندك ظبي النفور يا نبي سلام عليكم. കാക്കാത്ത് പറഞ്ഞാൽ ഒരു തരം ശബ്ദം, ലോഹം മുട്ടുമ്പോഴുണ്ടാവുന്ന ശബ്ദത്തിനാണ് സാധാരണയായി കാക്കാത്ത് എന്നറിയാം. കാക്കാത്ത സിലാഹി എന്നൊക്കെ കേട്ടില്ല, കാക്കാത്ത് ആയുധത്തിന്റെ ഒരു ശബ്ദം വെച്ച കാക്കാത്ത്. ഞാനതിനൊന്ന് ശബ്ദിപ്പിക്കും. സ്വർഗത്തിന്റെ വാതിൽ പിടിയിൽ ആദ്യം പിടിക്കുന്ന ആൾ ഞാനായിരിക്കും. ഞാനിത് വൽപ്പത്തരം പറഞ്ഞതല്ല,
ഞാൻ വലിപ്പത്തിലും പറയല്ല, അള്ളാഹു എന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ പറഞ്ഞത്? വലിപ്പത്തിലല്ല. എന്തിന്? വേറൊരു സന്തോഷം ഉണ്ടാവണം. എന്തുകൊണ്ട്? ഹബീബാ നബിക്ക് കിട്ടിയാൽ നമുക്ക് അതിൽ അവകാശം ഉണ്ടാവും. മനസ്സിലായ പറഞ്ഞത്? അത് ആദ്യം പിടിക്കുന്ന ഞാനായി ഇരിക്കും. ഞാൻ ഒരു വലിപ്പത്തരം പറഞ്ഞതല്ല. സ്വർഗത്തിന്റെ വാതിൽ പിടിയിൽ ആദ്യം തട്ടുന്ന ആൾ ഞാനായിരിക്കും. അതിന് പ്രത്യേകമായ ശബ്ദം ഉണ്ടാക്കും ഞാന്. അനസിൻ ഖാല ഖാല റസൂലുള്ളാഹി മുത്ത് മുഹമ്മദ് മുസ്തഫ عن أبي هريرة عن النبي صلى الله عليه وسلم آخذ بحلقة باب الجنة ഞാൻ സ്വർഗ്ഗത്തിന്റെ വാതിലിന്റെ വട്ടക്കണ്ണി പിടിക്കും. ഫയുദ്ദനു ലീ എനിക്ക് സമ്മതം നൽകപ്പെടും. എന്നോട് ചോദിക്കും, ആരാ വന്നിട്ടുള്ളത്? അനസിൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന അവ്വലു മൻ യഖറഉ ബാബൽ ജന്ന സ്വർഗ്ഗത്തിന്റെ വാതിൽ ആദ്യം തട്ടുന്ന ആൾ ഞാനായിരിക്കും. ഫയഖൂലുൽ ഖാസിനു അപ്പോൾ റിദ്വാൻ ചോദിക്കും, അനന്ത ആരാണ്? ഫയഖൂലു ഞാൻ പറയും അന മുഹമ്മദുൻ. ഫയഖൂമു അപ്പോൾ റിദ്വാൻ എണീക്കും. റിദ്വാൻ ചോദിക്കും, ആരാണ്? വാതിൽ ഞാനാണ്. ആരാണ് തട്ടുക? ആദ്യം വാതിൽ തട്ടുന്ന ആൾ ഞാനായിരിക്കും. അപ്പോൾ ഖാസിൻ ചോദിക്കും, അനന്ത ആരാണ്? അന മുഹമ്മദുൻ. ഫയഖൂമു ഉടനെ എണീക്കും റിദ്വാൻ അലൈഹിസ്സലാം. ഫയഖൂലു എന്നിട്ട് പറയും, അഖൂമു ഞാൻ എണീക്കുകയാണ്. ഫഅഫ്തഹു ലക ഞാൻ തുറക്കാം. മനസ്സിലായില്ലേ പറഞ്ഞത്? എന്റെ ഉദ്ഘാടനം ഞാൻ തുറക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ തുറക്കാൻ അനുവദിക്കാം. ഖാസിന് ആരെങ്കിലും തുറക്കാതിരിക്കാനുള്ള ഖാസിനെ നിർത്തുക. മനസ്സിലായില്ലേ പറഞ്ഞത്? ഖാസിന് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ? ഇപ്പൊ പൊരുദ്ഘാടനത്തിന് വേണ്ടി എന്ത് ചെയ്തെന്നറിയോ? പൊരുദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വാതിലൊക്കെ അടച്ച്, മനസ്സിലായോ? അവിടെ ഒരു കുട്ടിയിരുത്തി എന്തിനാ? കുട്ടിയിരുത്തിയത് ഉദ്ഘാടകന്റെ മുമ്പ് ഒരാൾ തുറക്കാതിരിക്കാൻ വേണ്ടി, അല്ലാതെ തുറക്കാനല്ല. ഞാൻ തുറക്കാമെന്ന് പറഞ്ഞാൽ തുറക്കാൻ സമ്മതിക്കാം. നിങ്ങൾ ആരായതുകൊണ്ട്? മുഹമ്മദ് ആയതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് ഒരാൾക്ക് സമ്മതിക്കാൻ പാടില്ല എന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? റിദ്വാൻ അല്ല തുറക്കുക, തുറക്കാനുള്ള അനുവാദം റിദ്വാൻ നൽകും. എന്തുകൊണ്ട്? മുഹമ്മദ് നബിക്ക് മുമ്പ് ഒരാൾക്ക് അനുവാദം കൊടുക്കരുത് എന്ന് കൽപ്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ആരെ? റിദ്വാനിനെ. ഞാൻ എണീക്കാം, ഞാൻ സമ്മതിക്കാം. ഫലം അഖും ലി അഹദിൻ ഖബ്ലക ഫലം അഖും ലി അഹദിൻ ഖബ്ലക നിങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് വേണ്ടി ഞാൻ എണീറ്റിട്ട് ഇല്ല. വലാ അഖുമു ലി അഹദിൻ ബഅദക നിങ്ങൾക്ക് ശേഷം ഒരാൾക്ക് വേണ്ടി ഞാൻ എണീക്കൂല്ല. ഞാൻ എല്ലാവരും വരുമ്പോൾ അങ്ങനെ ഞെട്ടിച്ചടി എണീക്കണ പണിയൊന്നും എനിക്കില്ല എന്ന് എണീക്കൂല എന്ന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ എന്ന് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മതം തരികയും വമഈ ഫുഖറാഉൽ മുഅ്മിനീൻ വഫുഖറാഉൽ മുഹാജിരീൻ മുഹാജിരീങ്ങളിലെ പ്രത്യേകിച്ച് മുഹാജിരീങ്ങളിലെ ഫുഖറാക്കൾ എൻ്റെ കൂടെ ഉണ്ടാവും, മുഅ്മിനീങ്ങളിലെ ഫുഖറാക്കൾ എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെയും ഹദീസിൽ കാണാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. കൂട്ടത്തിൽ ഒരു ഹദീസ് ഞാൻ പറയാം. ഹില്യത്തിന് അബൂ നുഐം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കിതാബ് അബൂ നുഐമിൻ്റെതാണ്. അബൂ നുഐമുൽ ഇസ്ഫഹാനി തങ്ങളുടെ സിഫത്തുൽ ജന്ന എന്ന കിതാബാണിത്. അബൂ നുഐം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ ഫീ കുല്ലി യൗമിൻ 100 മറ കാന ലഹു അമാനൻ മിനൽ ഫഖ്രി വയുഅ്മനു മിൻ വഹ്ശത്തിൽ ഖബ്രി വസ്തുജ്ലിബ ലഹുൽ ഗിനാ വസ്തുജ്ലിബ ബിഹിൽ ഗിനാ വസ്തുഖ്രിഅ ബിഹി ബാബുൽ ജന്നാ. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന് എല്ലാ ദിവസവും 100 തവണ ചൊല്ലിയാൽ എല്ലാവിധ ശിക്ഷയിൽ നിന്നും അള്ളാഹു അയാൾക്ക് രക്ഷയായിരിക്കും എന്ന് മാത്രമല്ല, അയാൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ
തുറക്കാതിരിക്കുകയില്ല. അയാൾക്ക് സ്വർഗത്തിന്റെ വാതിൽ മുട്ടാനുള്ള അവകാശം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നൂറോട്ടം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്സാദിഖുൽ വഅദുൽ അമീൻ. അസ്സാദിഖുൽ വഅദുൽ അമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന വാക്ക് 100 തവണ ചൊല്ലിയാൽ സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടാൻ അയാൾക്ക് അല്ലാഹു അവകാശം നൽകുന്നതാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ വിഷയത്തിൽ വന്നൊരു ഹദീസാണത്, അതുകൊണ്ടാണ് ഇവിടെ ഉദ്ധരിച്ചത്. നോക്കുക, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എല്ലാ ദിവസവും നൂറോട്ടും. മലിക്കുൽ ഹഖ് മുഹമ്മദ് മുസ്തഫ അസ്സാദിഖുൽ വഅദ്, റസൂൽ സാദിഖുൽ വഅദാണ്, അല്ലാഹു മലിക്കുൽ ഹഖാണ്. മനസ്സിലായില്ലേ? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കുകയും അല്ലാഹു ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ റിദ്വാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ റസൂലുള്ളാഹിക്ക് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി തങ്ങളുടെ അൽ ബഅസ് വൻ നുശൂർ എന്ന കിതാബാണ്. അതിലും ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ അധികാരത്തെ പറ്റി പറയുന്നുണ്ട്. ഹബീബായ നബി പറയാണ്, ആതി യൗമൽ ഖിയാമ ബാബൽ ജന്ന. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം ബൈഹഖിയുടെ അൽ ബഅസ് വൻ നുശൂർ എന്ന കിതാബാണത്. ആതി യൗമൽ ഖിയാമ ബാബൽ ജന്ന, ഞാൻ അന്ത്യനാളിൽ സ്വർഗത്തിന്റെ വാതിൽക്കൽ ചെല്ലും. ഫസ്തഫ്തിഹു, ഞാൻ ഇത് തുറക്കാൻ അവകാശം ചോദിക്കും. ഫയഖുൽ ഖാസിനു മൻ അൻത, അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അപ്പോൾ റിദ്വാൻ എന്ന മലക്ക് പറയും, ഉമിർതു, എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അല്ല അഫ്തഹ ലി അഹദിൻ ഖബ്ലക, നിങ്ങൾക്കും ഒരാൾക്കും ഇത് തുറക്കാൻ അവകാശം നൽകരുത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആരാണ് ആ സന്ദർഭത്തിൽ നബിയുടെ കൂടെ ഉണ്ടാവുക? അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. أول زمرة تدخل الجنة من أمتي على سورة القمر ليلة البدر اللهم اجعلنا منهم على سورة القمر ليلة البدر. 14-ാം രാവിന്റെ ഒരു മറയുമില്ലാത്ത അന്തരീക്ഷത്തിൽ ഒരു പുകപടലമോ മറയോ ഒരു മേഘക്കീറോ ഒന്നുമില്ലാത്ത സമ്പൂർണമായ ചന്ദ്രൻ 14-ാം രാവിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന്റെ ഭംഗി എങ്ങനെയുണ്ടാകും? അതാണ് വുജൂഹും കൽ ഖമരി ലൈലത്തുൽ ബദ്രി. അതാണ് ഓരോ മനുഷ്യന്മാരും പോലും. അവരെത്ര ആളുണ്ടാവും? അവ്വൽ സുംറത്തിൻ തദ്ഖുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുന്ന ആദ്യത്തെ പാർട്ടി. ബിലാ ഹിസാബിൻ വലാ അദാബിൻ, ഒരു ഹിസാബുല്ല, കിടക്കുന്ന ആദ്യത്തെ പാർട്ടി 70,000 ഉണ്ടാവും. എത്ര? ഇങ്ങോട്ട് നോക്കി. രസകരമായ സംഭവമാണ് ഞാൻ പറയുന്നത്. ആ 70,000 അല്ലാഹു ഇക്റാം ചെയ്യും. എങ്ങനെ ഇക്റാം? ആ 70,000 ഓരോരുത്തർക്കും അല്ലാഹു 70,000 കൊടുക്കും. അള്ളാന്റെ പകരം 3 പിടി വേറെയും കൊടുക്കും. ആദ്യം കേൾക്കല്ലേ? മനസ്സിലായില്ലേ? ഇങ്ങോട്ട് കേറി വരും. എങ്ങനെ കേറി വരും? മനസ്സിലായോ? എത്ര ഉണ്ടാവും? 70,000. ഓരോ ഓരോ ആളെയും അല്ലാഹു ബഹുമാനിച്ചിട്ട് അവരെ കൂടെ 70,000 കൊടുക്കും. 70,000 ആള് ഒന്നാം പാർട്ടി കിടക്കാൻ വേണ്ടി പറയുമ്പോൾ അള്ളാഹിനോട് ഞാൻ പറയും, പടച്ചോനെ കൂട്ടണം. അപ്പൊ അള്ളാഹു പറയും, ഓരോരുത്തർ കൂടി 70,000 കൊടുത്താൽ മതിയോ?
അപ്പോൾ ഓരോരുത്തരും കൂടെ എത്ര ആൾ കൊടുക്കും? ഞങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറയും 70,000 കിടക്കാൻ. ഇവിടെ 70,000 കൂടെ ഓരോരുത്തരുടെ കൂടെ എന്തുണ്ടാവും? ആദ്യം സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളാണ് ആദ്യം കിടക്കുന്ന ആളുകളാണ്. അവരോരോരുത്തരും കൂടെ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അബൂ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂ ബക്കർ സിദ്ദീഖ് റിപ്പോർട്ട് ചെയ്തു. അവരാണ് ഹബീബിൽ നിന്ന് ഹദീസ് കേൾക്കുന്നത്. സ്വർഗത്തിൽ കിടക്കുക എത്ര? അവരുടെ മുഖങ്ങൾ 14 രാവിന്റെ അന്ന് പൂർണ്ണചന്ദ്രൻ പൊട്ടിവിടർന്നത് പോലെ ഉണ്ടാവും. നമ്മളോട് 10 പറയാൻ പറ്റൂ. ചുരുക്കുണ്ടോ? ഭംഗി മനസ്സിലായില്ലേ? പൂർണ്ണചന്ദ്രനെ കാണുക എന്നുള്ളത് ഒരു 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുക എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൽ ഒരു പ്രത്യേകതയാണ്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണുക എന്ന് പറഞ്ഞാൽ അങ്ങനൊരു പ്രത്യേകതയാണ്. മനസ്സിലായോ പറഞ്ഞത്? 1000 പൂർണ്ണചന്ദ്രന്മാർ 1000 മാസം ജീവിച്ചു. കാണാനല്ല, കടന്നുപോയി അയാളിലൂടെ. 84 കൊല്ലം കഴിയണം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗത്തിനും അതൊരു സമൂഹനമായ സംഗതിയാണ്. അവരുടെ മുഖം പൂർണ്ണചന്ദ്രൻ പൊട്ടിവിടർന്നത് പോലെ ഉണ്ടാവും. വല്ലാത്ത ചൊറുക്കും. ഒരു ചൊറുക്കിനെയും പറഞ്ഞിക്കണ്ട്. എത്ര ആളുണ്ട്? 70,000. ഖുലൂബുഹും, അവരുടെ ഹൃദയമാകട്ടെ, അലാ ഖൽബി റജുലിൻ വാഹിദിൻ, ഒരൊറ്റയാളെ ഹൃദയം പോലെയായിരിക്കും. അവരൊക്കെ മനസ്സൊന്നായിരിക്കും. ഖുലൂബുഹും അലാ ഖൽബി റജുലിൻ വാഹിദിൻ, ഒരൊറ്റയാളെ മനസ്സായിരിക്കും എല്ലാവർക്കും. ഒരു മനസ്സ്. അതായത് സത്യമാണ്, അവരൊരു നന്മക്ക് വേണ്ടി നിലകൊണ്ടവരാണ്. ഒരു തൗഹീദിനെ ഉയർത്തിപ്പിടിച്ചവരാണ്. അള്ളാഹു അല്ലാത്ത ഒരാളെ ഒരു വില വെച്ചിട്ടില്ല. അള്ളാഹ്ക്കുള്ള സന്ദേശത്തിൽ ഒരാളെ വില വെച്ചിട്ടില്ല. അള്ളാഹിന്റെ സൃഷ്ടി അവർ നിന്ദിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഖുലൂബുഹും അലാ ഖൽബി റജുലിൻ വാഹിദിൻ. ആ സ്വർഗം തുറക്കുന്ന ദിവസം ആദ്യം കയറുന്ന ആളുകളുണ്ടല്ലോ, ഹബീബിന്റെ കൂടെ വരുന്ന ആളുകളുണ്ടല്ലോ, അവര് ഒരു പെറ്റാലിയനാണ് വരിക. അവർ 70,000 ആളുകൾ ഉണ്ട്. അലാ ഖൽബി ഖുലൂബുഹും അലാ ഖൽബി റജുലിൻ വാഹിദിൻ. എല്ലാവർക്കും ഒരാളെ മനസ്സായിരിക്കും. അങ്ങനെ എത്ര? അപ്പോൾ ഞാൻ റബ്ബിനോട് കൂട്ടിച്ചോദിക്കും, റബ്ബേ റബ്ബി റബ്ബി 70,000 പോരല്ലോ. ഫസാദനി മാ കുല്ലി വാഹിദിൻ 70,000 യാ അല്ലാഹ്. ഫസാദനി, അപ്പോൾ റബ്ബി എനിക്ക് കൂട്ടിത്തരും. മാ കുല്ലി വാഹിദിൻ 70,000. ഈ ഹദീസ് ഏറെ സ്വഹീഹാണെന്ന് ഒരുപാട് മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആധുനിക പണ്ഡിതന്മാരിൽ ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണെന്ന് ആധുനിക പണ്ഡിതന്മാർ പോലും ഒത്തു സമ്മതിച്ച് രേഖപ്പെടുത്തിയ ഹദീസാണിത്. ഖദീമൻ വഹദീത, എല്ലാവരും സ്വഹീഹാണെന്ന് അംഗീകരിച്ച ഹദീസാണിത്. ഒന്നുകൂടി പറയും. ഹബീബ റസൂലുള്ളാഹ് സ്വർഗത്തിന്റെ വാതിൽ പോയി തട്ടും. അപ്പോൾ റിദ്വാൻ ചോദിക്കും, ആര്? അന മുഹമ്മദും. അപ്പോൾ പറയും, എന്നാ തുറക്കാൻ സമയമായി. ഇതിനു മുമ്പ് അങ്ങ് വരുന്നതിന് മുമ്പ് തുറക്കാനുള്ള അവകാശമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഹബീബിന്റെ കൂടെ ആരുണ്ടാവും? സാധുക്കളായ മുഅ്മിനീങ്ങൾ ഉണ്ടാവും. അവരെത്രയാളുണ്ടാവും? 70,000 ആളുകൾ ഉണ്ടാവും. ഖുലൂബുഹും അലാ ഖൽബി റജുലിൻ വാഹിദിൻ, ഒരാളുടെ മനസ്സായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഞാൻ റബ്ബിനോട് കൂട്ടിച്ചോദിക്കും, റബ്ബേ റബ്ബേ റബ്ബേ. അപ്പോൾ ഫസാദനി റബ്ബി മാ കുല്ലി വാഹിദിൻ 70,000. ഫസാദനി റബ്ബി, അപ്പോൾ റബ്ബി എനിക്ക് കൂട്ടിത്തരും 70,000 മാ കുല്ലി വാഹിദിൻ 70. അപ്പോൾ ഓരോരുത്തരും കൂടി 70,000. അപ്പോൾ എത്ര ഉണ്ടാവും?
എത്ര 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 അപ്പൊ എത്ര? ഈ 70,000-ൽ ഓരോരുത്തരും കൂടി 70,000 ഉണ്ടാവും. അപ്പൊ എത്ര? 40,000. ഇങ്ങോട്ട് കേറും. നമ്മുടെ പേരും തരാമേ റബ്ബേ, നാമയും പറയും കുട്ടികളെ അല്ലാ റബ്ബേ നീ അങ്ങനെ ദോഷികളാണെങ്കിൽ സത്താറായ റബ്ബേ, സത്താറായ റബ്ബേ, സുബ്ഹാന റബ്ബേ, സത്താറായ റബ്ബേ, ഞങ്ങളതിൽ കൂട്ടി തരണമേ റബ്ബേ, ആ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി തരണമേ റബ്ബേ, ഞങ്ങൾ മക്കളെ ഉൾപ്പെടുത്തി തരണം, മാതാപിതാക്കളെ ഉൾപ്പെടുത്തി തരണം, മക്കളെ ഉൾപ്പെടുത്തി തരണം, ഭാര്യമാരെ ഉൾപ്പെടുത്തി തരണം, കൂട്ടുകാരെ ഉൾപ്പെടുത്തി തരണം, സഹോദരങ്ങളെ ഉൾപ്പെടുത്തി തരണം, നാട്ടുകാർ ബന്ധുക്കൾ സഹായിച്ചവരൊക്കെ ഒരാളില്ലാതെ ഉൾപ്പെടുത്തി തരണമേ റബ്ബേ. ഓരോരുത്തരുടെ കൂടെയും അപ്പൊ എത്ര ഉണ്ടാവും? ഓരോരുത്തരുടെ കൂടെയും 70,000 ആകുമ്പോൾ 490 കോടിയും പിന്നെ 70,000 ഉണ്ടോ? ഒരാൾക്ക് 70,000, അങ്ങനെ 70,000 ആൾക്കും 70,000. അപ്പോൾ 70,000 × 70,000 490 കോടി. ആദ്യക്കാർ 70,000, അപ്പോൾ 490 കോടിയും പിന്നൊരു 70,000. ഒരാളോടുകൂടെ 69,999 അല്ല, ഒരാളോടുകൂടെ എത്ര? 70,000. അങ്ങനെ 70,000 ഓരോരുത്തരും കൂടി 70,000. അപ്പോൾ 70,000 എത്ര വട്ടം വന്നു? 70,000 വട്ടം വന്നു. 70,000 × 70,000 എത്ര? 490 കോടി. പിന്നെ അതിന്റെ പുറത്ത് ഇവരെ റെക്കമെൻഡ് ചെയ്യുന്ന പ്രഥമക്കാരായ 70,000. അപ്പൊ അതെന്നെ 490 കോടിയും പ്രഥമക്കാരായ 70,000 വേറുണ്ടല്ലോ. കമരി ധൈര്യത്തിൽ ബദരി അങ്ങോട്ട് കയറും. അതിൽ പെട്ടിട്ടില്ലെങ്കിൽ പരാജയം തന്നെ. 490 കോടി ആളുകളും കയറിയിട്ട് നമ്മളെ പേരില്ലെങ്കിൽ അക്കടെ പറച്ചാണ്. അള്ളാഹ് റഹ്മത്തോട് ചോദിച്ചാൽ എപ്പോഴും ചോദിക്കണം കേട്ടോ, അള്ളാഹിനോട് ചോദിക്കണം കേട്ടോ, അള്ളാഹിനോട് ചോദിക്കണം കേട്ടോ. യദ്ഖുൽ ജന്നത മൻ യർജുഹ, സ്വർഗ്ഗത്തെ ആഗ്രഹിക്കുന്നവരെ സ്വർഗ്ഗത്തിൽ കടക്കുന്നു മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹു തആല നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ, നരകത്തിനെ തൊട്ട് അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഉറക്കെ പറ. ചില ഹദീസിൽ കാണാം പിന്നെ റബ്ബിന്റെ പകരം 3 പൊടി വേറെയുണ്ട്. റബ്ബിന്റെ പൊടിയല്ലേ, അപ്പൊ എത്ര ഉണ്ടാവും? ചില ഹദീസിൽ കാണാം റബ്ബിന്റെ പകരം 3 പൊടിയേറെ. നബി പറഞ്ഞു കൂടുതൽ കൊടുത്തു. പിന്നെ റബ്ബിന്റെ വക എന്തും ചെയ്ത് 3 പൊടി റബ്ബ് വേറെ പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായോ പറഞ്ഞത്? 100 രൂപയ്ക്ക് എത്ര മത്തിയ? 100 രൂപയ്ക്ക് 25, 30 ആക്കി കൂടെ? ആയിക്കോട്ടെ, 30 ആക്കി, 30 പിന്നെ 10 മത്തി കയറിയിട്ടു. ഇതെന്താ എന്റെ വക? മനസ്സിലായോ? അവിടെ 3 പണി നടന്നു. എത്ര ഒരു കിലോ? 100 രൂപയ്ക്ക് എത്ര മത്തിയ? 25, 30 ആക്കി കൂടെ? 30 ആക്കി. 30 മത്തി ഓർത്ത് പിന്നെന്ത് ചെയ്ത്? 10 മത്തി ഏറെ വാരിട്ട് 3 പൊടിയൊക്കെ വാരിട്ട്. ഇതെന്താ? ഇതിന്റെ വകയാണ്. മറ്റേതോ ചോദിച്ചതാണ്, മറ്റേതോ അർഹതയാണ്. ആദ്യത്തെ അർഹത 25 മത്തി അർഹത, പിന്നെ ചോദിച്ചു വാങ്ങി, പിന്നെ വേറിട്ട്. മനസ്സിലായോ? മനസ്സിലായില്ലേ? 70,000 ആളുകള് അത് കയറും. അപ്പോൾ ഞാൻ റബ്ബിനോട് ഞാൻ കൂട്ടി ചോദിക്കും. അങ്ങനെ ഓരോരുത്തരോടും കൂടെ 70,000 കൂട്ടും. ഇപ്പൊ എത്രയായി? 490 കോടിയും പ്രമുഖന്മാരായ 70,000 ഞാനും. പിന്നെന്തായി? പിന്നെ റബ്ബിന്റെ വക ഒരു 3 പിടിയും.
ചിലപ്പോ ഈ 490 കോടിനേക്കാളുണ്ടാവും. എന്ത് ആ 3 കോടി അത്ര ഉണ്ടാവും. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, നരകത്ത് പോകാന്ന് പറഞ്ഞാൽ എന്റെ കാര്യം പോക്കാം. ഒരു വിധം കഴിയുമെങ്കിൽ എവിടേക്കെന്നെത്തും, സ്വർഗത്തിലാക്കി തീർച്ച. അവർക്ക് പറയും മക്കളെ, അള്ളാഹിനോട് പറയും, അള്ളാഹ് ഞങ്ങളെ നീ എത്തിക്കണമേ റബ്ബേ, ഞങ്ങളെ എത്തിക്കണമേ റബ്ബേ. ചില ഹദീസുകളിൽ ഉള്ളത് എന്നാൽ മറ്റുള്ള നബിമാരുടെ അവസ്ഥയോ, മറ്റുള്ള നബിമാരുടെ അവസ്ഥയാണെങ്കിലോ, നബി മഅഹു ഉമ്മത്തുൻ, ഒരു നബി കൂടെ ഒരു ഉമ്മത്തുണ്ടായിരിക്കും. ചില നബിമാർ അവരുടെ കൂടെ ഒരു ഉമ്മത്തുണ്ടോ, ചില നബിമാർ അവരുടെ കൂടെ ഒരു ഉമ്മത്തുണ്ടോ. അതേസമയം സ്വർഗവാതിൽ എത്താൻ വേണ്ടി കാത്തിരിക്കുന്നവരെ ഞാൻ കാണും. അതെങ്ങനെയാ കാണുക? ചില നബിമാരുണ്ടാകും, അവരുടെ കൂടെ ഒരു ചെറിയ സംഘം ഉണ്ടാവും. അങ്ങനെ കാത്തിരിക്കാൻ സ്വർഗത്തിൽ പോവാൻ അവരെ കൂടെ ഉള്ളത് കുറഞ്ഞൊരു സംഘം ആളുകൾ, കുറഞ്ഞ ആളുകൾ. ചില നബിമാരുണ്ടാകും, അവരെ കൂടെ ചെറിയ ഒരു ഉമ്മത്തുണ്ടാവും. ചില നബിമാരാണ്, അവരെ കൂടെ ചെറിയൊരു നഫറുണ്ടാവും, ചെറു സംഘം. محمد بشر لا كالبشر ياقوت حجر لا كالحجر محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഞങ്ങൾ ഇങ്ങനെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ജിബ്രീൽ എനിക്ക് ചില നബിമാരെ കാണിച്ചു തരും. ഒരു ഉമ്മത്ത്, ചെറിയ ഒരു സംഘം. ചില നബിമാരുണ്ട്, ചെറിയ ചെറിയ ആളുകൾ, കുറച്ച് ആളുകളുണ്ട്, എണ്ണെടുക്കാൻ കുറച്ചേ ഉള്ളൂ. ചില നബിമാരപ്പം ചില നബിമാര് 5. ചിലന്മാര് കൂടെ ഒരാളേ ഉള്ളൂ. കുറെ നബിമാര് ഒറ്റക്ക്, ആരുമില്ല, ഒരാളെ കിട്ടിയില്ല. ഇവിടെ എത്ര പ്രധാനമായ പോക്ക്. 70,000 കൽക്കമരിലൈലത്തുൽ ബദ്രി, പൂർണ്ണചന്ദ്രനെ പോലെയായിരിക്കും. അവരെ ഓരോരുത്തരുടെ കൂടെയും ഇപ്പോൾ തന്നെ കയറ്റാൻ ഇതൊന്നുമല്ല, നീ കുറെ വരാനുണ്ട്. ഈ ഫസ്റ്റിലെ കയറ്റാറ്, ഫസ്റ്റിലെ കയറ്റം 70,000 എന്ന് റബ്ബ് പറയുമ്പോൾ കുറച്ചുകൂടെ കൂട്ടിക്കൂടെ റബ്ബേ, ഇനി കുറെ ഉണ്ട്. ഇത് പ്രഥമമായ കയറ്റൽ തന്നെ. ഞാൻ ചോദിക്കും, 1ാം ടൈമിൽ തന്നെ കുറച്ചു കൂട്ടിക്കൂടെ? അപ്പൊ അല്ലാഹു കൂട്ടിത്തരാമെന്ന് പറയും. എത്ര? ഓരോരുത്തരുടെ കൂടെയും 70,000. ചില റിവായത്തിൽ അങ്ങോട്ട് പോവും. ഒറ്റക്ക് പോണ നബിമാർ എത്ര ഉണ്ടാവും? മനസ്സിലാവുണ്ട് പറഞ്ഞത്. അതിന്റെ അപ്പുറത്ത് വേറെ ടീം കാത്തിക്കുന്നുണ്ട്, അപ്പുറത്ത് വേറെ ടീം കാത്തിക്കുന്നുണ്ട്. വരാന്, നിങ്ങൾ വരാന്. നബിയുന്നഹലി അവരിങ്ങനെ വരുന്നത് കാരണം ഒരു തേനീച്ചയുടെ ശബ്ദമുണ്ട്. അവരിങ്ങനെ വരിക സ്വർഗത്തിലേക്ക്. മനസ്സിലായില്ല? ഇതാണ് കടന്നാൽ നീ വരാൻ പോകുന്നുണ്ട്. ഇത് കടന്നാൽ നീ വരാൻ പോകുന്നുണ്ട്. ഇത് കടന്നാൽ ഇനിയുമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മത്ത് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സയ്യിദുൽ സഖലൈനാണ് മുഹമ്മദ്. അത് മനസ്സിലാക്കണം. സയ്യിദുൽ സഖലൈനാണ് മുഹമ്മദ് മുസ്തഫ. അൽ മബ്ഊസ് ഇലാ ജിന്നിൻ വ ഇൻസിൻ മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? ജിന്നിനും നബിയാണ്, ഇൻസിനും നബിയാണ്, കാഫത്തുൽ ഖൽഖിനും നബിയാണ് മുഹമ്മദ് മുസ്തഫ.
അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഉമ്മത്ത് മുഹമ്മദാണ് ഇവര്. അപ്പോൾ മുഴുവനും ബശറായിക്കൊള്ളണം എന്നുമില്ല. ആ കൂട്ടത്തിൽ ആരുണ്ടാവും? സാലിഹ്യങ്ങളായ ജിന്നുകളുണ്ടാവും. നമ്മളെപ്പോലെ എല്ലാവർക്കും വലിയ കാലുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ജീവിച്ച് ഇന്നും മരിക്കാത്ത സ്വഹാബികളായ ജിന്നുകളുണ്ട്, എനിക്കറിയും. ഞാൻ മുമ്പ് അതിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകളൊന്ന് ചാടി നോക്കി, പിന്നെ അവർ മുണ്ടിയിട്ടില്ല, അവിടെ പോയി കാണാനില്ല. ചാടലുണ്ട് ചില ആളുകളൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ നീ അവിടെ പിന്നെ ഓരൊന്നും കേട്ടില്ല. ഇവിടെ കണ്ട് കുറച്ച് ആളുകൾ ഇവിടെ ഇങ്ങനെ അക്ഷരം വീണുണ്ടോ നോക്കാൻ ഇവരറിയും. നിനക്ക് കളിച്ചാൽ വിവരണ്ടറിയും. ഞാൻ പഠിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞ എന്ത് കളിച്ചാലും കളി പഠിപ്പിക്കും ഇൻഷാ അല്ലാഹ്. എന്നത് നമുക്ക് വയ്ക്കൂല എന്നല്ല, നമുക്ക് വയ്ക്കൂല എന്നല്ല, നമുക്ക് വയ്ക്കും. ഒരിക്കലും സത്യത്തിന് വയ്ക്കൂല, പ്രമാണങ്ങൾക്ക് വയ്ക്കൂല. നമ്മൾ ഈ പറഞ്ഞൊക്കെ പ്രമാണമാണ്. മനസ്സിലായത്? നമ്മൾ അല്പത്രല്ല. മുഹമ്മദ് 70,000 എന്ന് പറഞ്ഞതല്ല, 490 കോടിയും ഉമ്മത്ത് മുഹമ്മദ്. ഷാഫിയെ 70,000 മാത്രമല്ല, ഈ 490 കോടിയും ഉമ്മത്ത് മുഹമ്മദ്. നമ്മളെപ്പോലെയല്ല, നമുക്ക് 10, 50, 60, 70 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് പിന്നെ കബറിൽ പോയി കടന്നുറങ്ങിയാൽ മതി. അവർക്ക് ആയിരക്കണക്കായ കൊല്ലങ്ങൾ കഷ്ടപ്പെടമാർക്ക് ജിന്നുകൾക്ക് മലക്കുൽ മൗത്ത് എത്താത്ത ലക്ഷക്കണക്കായ ജിന്നുകളുണ്ട്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ജിന്നുകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പഠിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക വഴിയിൽ എനിക്ക് സൗകര്യം ചെയ്തു തന്നപ്പോൾ അല്ലാഹുവിന്റെ തൗഫീഖ് കിട്ടി. അപ്പോൾ പഠിച്ചു നോക്കി. അപ്പോൾ മനസ്സിലായി, ഇന്നും നാളെ ഇരുന്നാൽ തീരാത്തത്ര സഹാബികൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നു. ജിന്നുകൾ, സഹാബികൾ. ഞാൻ മുന്നോട്ട് പോകണില്ല, ഞാൻ തിരിച്ചു വരിക. ഒരു വാതിൽ തുറന്നിട്ടില്ല, മടങ്ങിപ്പോരാ. മനസ്സിലായോ പറഞ്ഞത്? അവർ സഹാബികളുണ്ട്, ഉമ്മത്ത് മുഹമ്മദ്. മനസ്സിലായില്ലേ? ഷാഫിയുടെ ചോദ്യം അത് മറ്റു സമുദായം ഇല്ല കുട്ടി. ഈ 490 കോടിയും മിൻ ഉമ്മത്തി മുഹമ്മദ് അവ്വലു സുംറത്തിൻ യദ്ഖുലൂനൽ ജന്ന മിൻ ഉമ്മത്തി മുഹമ്മദിൻ. നമ്മൾ കടക്കാതെ വേറൊരാൾക്ക് കടക്കാൻ അവകാശമില്ല. മനസ്സിലായില്ലേ? സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മളെ കൂട്ടത്തിലെ അവസാനത്തെ ആൾ സ്വർഗത്തിൽ കിടക്കാതെ മറ്റു വിഭാഗത്തിൽ ആദ്യത്തെ ആൾ പോലും പ്രവേശിക്കുകയില്ല. അമ്പിയാക്കന്മാരുടെ ഉമ്മത്ത് പ്രവേശിക്കൂല. അമ്പിയ പ്രവേശിക്കൂല എന്ന് പറഞ്ഞ അമ്പിയ പ്രവേശിച്ചാൽ പ്രവേശിച്ചില്ല, നിങ്ങളൊക്കെ തന്നെയാണ്. എന്തുകൊണ്ട്? അവർക്ക് അവിടെ VIP ലോഞ്ചല്ലേ, കഷ്ടപ്പെട്ടവർ മൈസരിൻ സ്വർഗല്ലേ. മനസ്സിലായോ? പക്ഷേ ഉമ്മത്ത് പ്രവേശിക്കാതെ നബി പ്രവേശിക്കൂല. എന്തുകൊണ്ട്? ഏതൊരു നബിയുടെയും സന്തോഷം ഉമ്മത്ത് പ്രവേശിക്കലാണല്ലോ. അതിനെത്ര 10 ആള് 5 ആള്. മനസ്സിലായോ പറഞ്ഞത്? ഈ പറഞ്ഞ 490 കോടി എന്നൊരു ഉമ്മത്ത് മുഹമ്മദാണ്. ജിന്നുകളും ഉണ്ടായേക്കാം. ഇത് പ്രഥമ സംഘമാണ്. ഈ 490 കോടിയും 70,000 പറഞ്ഞില്ലേ, ഇത് പ്രഥമ സംഘമാണ്. ഇനിയുണ്ട്, ഇത്രയുണ്ട്.